ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടൊരു അടിപൊളി ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ ഒരു ചൂടിൻ്റെ കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്ലാസ് ഡ്രിങ്ക് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സമാധാനമായിരിക്കും. നമ്മുടെ മനസ്സിനും അതുപോലെ തന്നെ വയറിനും നല്ലൊരു ആശ്വാസം തന്നെ നമുക്ക് ലഭിക്കും. ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ചവ്വരി വെള്ളത്തിലൊന്ന് പുതിർത്തിയിടുന്നുണ്ട്. നമുക്ക് വേഗത്തിലൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് മാത്രം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഇതാ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ഒറ്റൊരു കപ്പ് അളവിൽ ഇതേപോലെ തന്നെ ഒരു കപ്പ് അളവിൽ തിളപ്പിക്കാത്ത പാലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പാലും കൂടി ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു 2 ഏലക്ക ഇതേപോലെ തന്നെ ഒന്ന് തൊലി കളഞ്ഞിട്ട് പൊടിച്ചിട്ടൊന്നുമില്ല, അത് അങ്ങനെ തന്നെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് മിൽക്ക് മെയ്ഡ് എടുക്കുന്നുണ്ട്. നിങ്ങൾ മിൽക്ക് മെയ്ഡ് എടുക്കണമെന്നില്ല, പഞ്ചസാര ആയാലും മതി. ഞാനിവിടെ കുറച്ച് മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഈ ഡ്രിങ്കിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ അത്രയും മിൽക്ക് മെയ്ഡ് ചേർത്തത് കൊണ്ട് തന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അടുപ്പത്ത് വെക്കുന്നതിന് മുന്നേ തന്നെ ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ നല്ലതുപോലെ ആ മിൽക്ക് മെയ്ഡും നമ്മുടെ പഞ്ചസാരയും ഏലക്കയും ഒക്കെ ഒന്ന് നല്ലതുപോലെ ഈ പാലിലൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം വേണം നമ്മൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേഗത്തിൽ അടിയിൽ പറ്റും. അതിൻ്റെ പേരിലാണ്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ അരക്കപ്പ് പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ പാലിലേക്ക് ഞാൻ ഇവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അരക്കപ്പ് പാലിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം വേണം ഇതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതാ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിത് കൈയെടുക്കാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ ഓവർ നല്ല ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ അടി പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് മാറിപ്പോകും. അതുകൊണ്ട് അടിയിലൊന്നും പറ്റാതെ നല്ലതുപോലെ മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിതിലേക്ക് കോൺഫ്ലോർ ചേർത്തത് കൊണ്ട് തന്നെ ഒരു അത്യാവശ്യം ഒരു കട്ടിയിൽ തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ ഇതാ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ചൂടിൻ്റെ സമയത്തൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേഗത്തിൽ ഇതുണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ദാഹവും വിശപ്പൊക്കെ ഒരുപോലെ തന്നെ നമുക്ക് മാറ്റാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം നല്ലൊരു തിക്കായിട്ട് തന്നെ നമുക്ക് വരുന്നുണ്ട്. ഓവറായിട്ട് തിക്കാവേണ്ട, ഒരു മീഡിയം രീതിയിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒന്ന് കുറുകിയൊക്കെ വരുന്നുണ്ട്. അപ്പം നല്ലതുപോലെ തന്നെ നമുക്കിത് മിക്സ് ചെയ്യണം. അപ്പോൾ ഒട്ടും നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്ക് വെക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഏകദേശം നല്ലൊരു രീതിയിൽ നമുക്ക് കുറുകി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈമിങ്ങിൽ നമ്മൾ നേരത്തെ ചവരി പുതിർത്തിയിട്ടുണ്ടായിരുന്നു. അത് ഞാനൊന്ന് നല്ലതുപോലെ വേവിച്ചതിന് ശേഷം തണുത്ത വെള്ളത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഈ മിക്സിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പിന്നെ നല്ലതുപോലെ ഇതൊന്ന് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ആ പാലിൻ്റെ ആ മിക്സും ഈ ചവരിയും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ആ ചവരിയൊക്കെ എത്തുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കണം. നല്ലതുപോലെ തണുപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് നമ്മൾ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാനൊരു ബൗളിലേക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ആകുമ്പോഴാണ് നമ്മളിത് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കത് തണുപ്പിക്കാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ എടുക്കാം. അതിൽ കൈതച്ചക്കൊന്നും ചേർക്കേണ്ട, ബാക്കിയൊക്കെ ചേർക്കാം. ഇപ്പോൾ നമ്മൾ തണുക്കാൻ വെച്ചത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. നല്ലൊരു നമ്മൾ ഫ്രൂട്ട് സലാഡൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നല്ല കറക്റ്റ് രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആപ്പിൾ, അനാറ്, മുന്തിരിങ്ങ, അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട്, പഴം, അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ കൈതച്ചക്ക, വത്തക്ക അങ്ങനത്തെ ഒന്നും ചേർക്കരുത്. അപ്പോൾ ബാക്കി ഫ്രൂട്ട്സൊക്കെ നട്ട്സുകളും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈത്തപ്പഴവും അതുപോലെ തന്നെ ബദാമൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നമുക്കിത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഫ്രൂട്ട്സൊക്കെ ഈ മിക്സിലേക്ക് നല്ലതുപോലെ ഒന്ന് ചേരുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ്. നമുക്ക് വിശപ്പും മാറും. നല്ല കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് ഉണ്ടാക്കിയാൽ മാത്രമേ ഇതിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും.
പിന്നെ ഈ ഡ്രിങ്കിൽ ചേർത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നമ്മൾ ഒട്ടും സ്കിപ്പ് ചെയ്യാതിരിക്കേണ്ട ഒരു സംഭവമാണ് ചവ്വരി. എല്ലാ നാട്ടിലും അതിനെ ചവ്വരി എന്നാണോ പേര് പറയുന്നത് കറക്റ്റായിട്ട് അറിയത്തില്ല. ഞങ്ങളുടെ ഇവിടെ ചവ്വരി എന്നാണ് പറയുന്നത്. നമ്മൾ സേമിയ പായസത്തിലൊക്കെ യൂസ് ചെയ്യുന്ന ചവ്വരിയാണ്. ചവ്വരിയും കൊണ്ട് വേറെ സ്പെഷ്യൽ പായസമൊക്കെ അല്ലാണ്ട് തയ്യാറാക്കും. അതാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം എൻ്റെ ഈ ഡ്രിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് ജ്യൂസ് ഗ്ലാസ്സിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ജ്യൂസ് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓവറായിട്ട് തണുപ്പ് വേണമെങ്കിൽ 2 ഐസ് ക്യൂബൊക്കെ ഒന്ന് അടിയിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് ഫ്രൂട്ട്സൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആയിട്ടുണ്ടാവും. ഒന്നും വേണ്ട, നമ്മൾ ഇതേപോലെ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഈ ഡ്രിങ്ക് ഇങ്ങനെ തന്നെ ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ഈ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. കൂടെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഇനി ഇതുപോലെയുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണുന്നിടം വരെ ബൈ ഫ്രം അസ്ന യാസ്മിൻ. താങ്ക് യു ഓൾ.